ടു സ്റ്റുഡന്റ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ പോളിമേഴ്സ് എന്നുള്ള ചാപ്റ്റർ ആണ് കെമിസ്ട്രിയിലെ. ഈ ഒറ്റ വീഡിയോട് കൂടി, അതായത് അത്ര വലിയ ചാപ്റ്റർ ഒന്നും അല്ല, കുറച്ച് കാര്യങ്ങളെ പഠിക്കാനുള്ളൂ. പഠിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ പോളിമേഴ്സിന്റെ കേസിൽ എടുക്കുകയാണെങ്കിൽ ഒരു കൂടി റിപ്പീറ്റ് ചെയ്ത് പറയാണ്, അൾട്രാ റാപ്പിഡ് കോസ്റ്റ് കാര്യമൊക്കെ അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതിന്റെ സെപ്പറേറ്റ് അതിനെ കുറിച്ച് മാത്രം പറയുന്ന ഒരു വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്ത് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് പോയി കാണാം. വല്ല ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനകത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ മനസ്സിലാവും. നമുക്ക് ഫർദർ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതിലൂടെ ക്ലാരിഫൈഡ് ആവുമെന്ന് വിചാരിക്കും. അപ്പൊ പോളിമേഴ്സ് എന്ന ചാപ്റ്ററിന്റെ പ്രത്യേകത, അതിനകത്ത് 3 തരത്തിലുള്ള പോളിമേഴ്സിനെ കുറിച്ച് പഠിക്കാനുണ്ട്. അഡീഷൻ പോളിമേഴ്സ്, കണ്ടൻസേഷൻ പോളിമേഴ്സ്, ബയോഡിഗ്രേഡബിൾ പോളിമേഴ്സ്. ഇതില് അഡീഷൻ പോളിമേഴ്സിനകത്ത് തന്നെ പോളിത്തീൻ, ടെഫ്ലോൺ, PVC, പോളിസ്റ്റർ, ഇവരെ 4 പ്രിപ്പറേഷനെ കുറിച്ച് പഠിക്കാറുണ്ട്. കുറച്ച് എഴുതുണ്ടോ, വലിയ ചാപ്റ്റർ ഒന്നും അല്ല. അടുത്തത് കണ്ടൻസേഷൻ പോളിമേഴ്സ് എന്താണെന്ന് പഠിക്കണം. അതിൽ നൈലോൺ 6ന്റെയും പ്രിപ്പറേഷൻ പഠിക്കാം. ഇനി ബയോഡിഗ്രേഡബിൾ പോളിമേഴ്സിൽ ബയോഡിഗ്രേഡബിളിന്റെ 2 എണ്ണം, PHBV, നൈലോൺ 2, നൈലോൺ 6, ഇവർ 2 ആൾക്കാർ ഈ പ്രിപ്പറേഷൻ പഠിക്കണം. അങ്ങനെ കുറച്ച് ബേസിക് ആയിട്ട് എന്താണ് ബയോഡിഗ്രേഡബിൾ പോളിമേഴ്സിനെ കുറിച്ച് പഠിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോന്നിലേക്ക് കിടക്കാം. ആദ്യം നമ്മൾ അഡീഷൻ പോളിമേഴ്സ് എടുക്കാമെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ അഡീഷൻ പോളിമേഴ്സ് എന്താണെന്നുള്ളത് ആദ്യം പഠിക്കണം. ഓക്കെ, അഡീഷൻ പോളിമേഴ്സ്. ഓക്കെ, അഡീഷൻ ഇപ്പൊ ഏതൊരു പോളിമറിനകത്തും ഓരോ പോളിമറും നമ്മൾ നിർമ്മിച്ചിരിക്കുന്നത് മോണോമേഴ്സ് കൊണ്ടാണ്. അപ്പൊ ഓരോ പോളിമറും നിർമ്മിക്കുന്നത് ഒരുപാട് മോണോമറുകൾ കൂടി ചേർന്നിട്ടായിരിക്കും. അപ്പൊ അഡീഷൻ പോളിമേഴ്സിന്റെ പ്രത്യേകത, അവര് മോണോമറില് അഡീഷൻ പോളിമേഴ്സിന്റെ മോണോമറിൽ എപ്പോഴും ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ഉണ്ടെങ്കിൽ അവ തമ്മിൽ ചേരുന്ന കിട്ടുന്ന നമുക്ക് പോളിമറിനെയാണ് അഡീഷൻ പോളിമേഴ്സ് എന്ന് പറയാം. അതായത് അഡീഷൻ പോളിമറിലെ മോണോമറുകളിൽ ഡബിൾ അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ട് ഉണ്ടാവും. അത്രയും ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ 4 ഉള്ളത്, പോളിത്തീൻ, ടെഫ്ലോൺ, PVC, പോളിസ്റ്റർ. ഇവരെയൊക്കെ മോണോമറിൽ ഡബിൾ അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ട് ഉണ്ടാവും. അപ്പൊ ആ ഡബിൾ അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ട് ബ്രേക്ക് ആയിട്ട് കൂടി ചേർന്ന് കിട്ടുന്ന പോളിമറിനെയാണ് അഡീഷൻ പോളിമേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ ആണ്. ഇനി അടുത്തത് കണ്ടൻസേഷൻ പോളിമേഴ്സ് ആണ്. അഡീഷനിലേക്ക് കടക്കാട്ടോ, അതിന് മുന്നേ ഞാൻ ആദ്യം കണ്ടൻസേഷൻ പറഞ്ഞിട്ടെ. കണ്ടൻസേഷൻ പോളിമേഴ്സിന്റെ പ്രത്യേകത, ഇവരുടെ മോണോമറുകളിൽ ഒരിക്കലും ഡബിൾ അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ട് ഉണ്ടാവില്ല. ഇവിടെ ഡബിൾ അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ട് ഉണ്ടായിരുന്നു. അപ്പൊ ആ ഡബിൾ അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ട് ബ്രേക്ക് ആയിട്ട് ഫോം ചെയ്യുന്ന മോണോമറുകൾ കൂടി ചേർന്ന് ഫോം ചെയ്യുന്ന ആൾക്കാരാണ് ഇവര് 4. കണ്ടൻസേഷന്റെ പ്രത്യേകത, കണ്ടൻസേഷൻ അത് ഡബിൾ അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ട് ഉണ്ടാവില്ല. ഓക്കെ ആണ്. ഇനി അഡീഷൻ പോളിമേഴ്സിൽ ഞാൻ എന്ത് പറഞ്ഞു, ഇനി അഡീഷൻ പോളിമേഴ്സിലേക്ക് കിടക്കാം. ഓരോന്നിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. അഡീഷൻ പോളിമേഴ്സിൽ എന്താ പറഞ്ഞത്, അവരുടെ മോണോമറുകളിൽ ഡബിൾ അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ട് ഉണ്ടാവും. ആ ഡബിൾ അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ട് ബ്രേക്ക് ആയിട്ട് മോണോമറുകൾ കൂടി ചേർന്നിട്ട് കിട്ടുന്ന പോളിമർ ആയിരിക്കും നമുക്ക് അഡീഷൻ പോളിമേഴ്സ്. ഓക്കെ അല്ലേ. ഇനി നമുക്ക് ഓരോന്നിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് പോളിത്തീൻ എന്ന് പറഞ്ഞ പോളിമർ ആണ്. അപ്പൊ പോളിത്തീൻ എങ്ങനെ ഫോം ചെയ്യുന്നതിന്റെ റിയാക്ഷൻ ഞാൻ ഇവിടെ എഴുതി തരാം. ഓക്കെ, ഇതാണ് പോളിത്തീൻ. ഇതെന്താ സാധനം, എത്തീൻ ആണ്. ഡബിൾ ബോണ്ട് ഉണ്ടല്ലോ, എത്തീൻ ആണ്. അപ്പൊ എത്തീൻ ആണ് പോളിത്തീനിന്റെ മോണോമർ. മനസ്സിലാവുന്നുണ്ടോ? ഒരുപാട് എത്തീനുകൾ ഇങ്ങനെ കൂടി ചേർന്നിട്ട് ഇവിടെ 2 വര വരച്ചിട്ടുണ്ടല്ലോ. ഇപ്പുറത്ത് പിന്നെ വേറൊരു CH2 വരും, അപ്പുറത്തും ഒരു CH2 വരും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഒരുപാട് എത്തീനുകൾ കൂടി ചേർന്നിട്ട് കിട്ടുന്നതാണ് പോളിത്തീൻ. അപ്പൊ പോളിത്തീനിന്റെ മോണോമർ ഏതാണെന്ന് ചോദിച്ചാൽ എത്തീൻ ആണ്. മനസ്സിലാവുന്നുണ്ടോ? ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്യുക, അപ്പുറത്തും ഇപ്പുറത്തും 2 ബോണ്ടിങ്സ് കൊടുക്കുക, എഴുതുന്നതാണ് പോളിത്തീന്റെ കേസിൽ. അടുത്തത് ആരാ നോക്കൂ, ടെഫ്ലോൺ ആണ്. ശരിയല്ലേ? ടെഫ്ലോൺ എവിടെയെങ്കിലൊക്കെ കേട്ടിട്ടുണ്ടോ? പരസ്യത്തിലൊക്കെ കേട്ടിട്ടുണ്ടാവും. എന്താണ്, നോൺ സ്റ്റിക് പാനിന്റെ മേലുള്ള കോട്ടിങ് ടെഫ്ലോൺ കോട്ടിങ് ആണെന്ന് പറയും അല്ലെ. അപ്പൊ ടെഫ്ലോണിന്റെ കേസിലുള്ളത് ഞാൻ എഴുതാം. ടെട്രാഫ്ലൂറോ എത്തീനിനെ കൂടെ ചേരുമ്പോഴാണ് നമുക്ക് CF2 സിംഗിൾ ബോണ്ട് CF2. എളുപ്പമാണ്, ഒന്നുമില്ല. നിങ്ങൾ കൂടി ചേരുന്ന മോണോമർ ഏതാണെന്ന് മാത്രം പഠിച്ചു വെച്ചാൽ മതി. ബാക്കിയൊന്നും നിങ്ങൾക്ക് പഠിക്കാറില്ല. മോണോമർ ഏതാ കൂടി ചേരുന്നത്, CF2 ഡബിൾ ബോണ്ട് CF2. ഇതിന് ഒരു ബോണ്ടിങ് ബ്രേക്ക് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ബോണ്ടിങ് കൊടുക്കും. CF2 സിംഗിൾ ബോണ്ട് CF2. മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് ടെഫ്ലോൺ. അപ്പൊ ടെഫ്ലോണിന്റെ മോണോമർ യൂണിറ്റ് ഏതാ, ടെട്രാഫ്ലൂറോ എത്തീൻ. ഇതാ ടെട്രാഫ്ലൂറോ എത്തീൻ. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് ആരെ പഠിക്കാനുള്ളത്, PVC. ഇത് കഴിഞ്ഞു, നമ്മുടെ ടെഫ്ലോൺ കഴിഞ്ഞു. അടുത്തത് PVC പൈപ്പ്, പോളിവിനൈൽ ക്ലോറൈഡ് അല്ലെ. പോളിവിനൈൽ ക്ലോറൈഡിന്റെ മോണോമർ യൂണിറ്റ് വിനൈൽ ക്ലോറൈഡ് ആണ്. ഓക്കെ, വിനൈൽ ക്ലോറൈഡ് ബോർഡിൽ എഴുതട്ടെ. ആ റിയാക്ഷൻ ഞാൻ എഴുതട്ടെ. ഇതാണ് വിനൈൽ ക്ലോറൈഡ്. ഇവിടെ ഞാൻ എഴുതിയിരിക്കുന്നതാണ് വിനൈൽ ക്ലോറൈഡ്. ഇത് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം കേട്ടോ.
റിയാക്ഷൻ വരിക. സെയിം സ്റ്റെപ്പ് നടക്കുന്ന പ്രൊസീജിയർ ഒക്കെ സെയിം ആണ്. നോക്കൂ, CH2 ഡബിൾ ബോണ്ട് CH ഇതാണല്ലോ. ഇത് ഈ ഡബിൾ ബോണ്ട് ഒരു ബോണ്ട് ബ്രേക്ക് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ബോണ്ടിങ് കൊടുക്കും. ബാക്കി എല്ലാം സെയിം പോലെ തന്നെ. അപ്പോ ഇത് പോളി വിനൈൽ ക്ലോറൈഡ് ആണ്. അപ്പൊ അതിന്റെ മോണോമർ യൂണിറ്റ് ഏതാ? വിനൈൽ ക്ലോറൈഡ് ആണ്. ഇത് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇനി ഏറ്റവും അവസാനത്തെ ആൾക്കാരിലേക്ക് കിടക്കാം, പോളിസ്റ്റെറീൻ അല്ലെ. പോളിസ്റ്റെറീന്റെ കേസിലുള്ള റിയാക്ഷൻ ഞാൻ ഇവിടെ എഴുതാം. ബെൻസീൻ റിങ്, അതിന്റെ മേലെ CH2 ഡബിൾ ബോണ്ട് CH2. ഓക്കെ അല്ലേ? ഇത് ഈ പോളിമർ, ഇതാണ് പോളിസ്റ്ററിന്റെ മോണോമർ യൂണിറ്റ്, സ്റ്റൈറിൻ എന്ന് പറയുന്നത്. ഇത് സ്റ്റൈറിൻ ആണ്. ഇത് പോളിമറൈസേഷൻ അണ്ടർഗോ ചെയ്തതിന് ശേഷം സെയിം പ്രൊസീജിയർ തന്നെയാണ്. ബെൻസീൻ റിങ് ഉണ്ടാവും, മേലെ CH2 സിംഗിൾ ബോണ്ട് CH2 N. മനസ്സിലാകുന്നുണ്ടോ? രണ്ട് ബോണ്ടിങ്ങും ഇവിടുത്തെ ഒരു ബോണ്ട് ബ്രേക്ക് ആയിട്ട് നേരത്തെ അതേപോലെ തന്നെ രണ്ട് ബോണ്ടിങ്ങും അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഇതാണ് പോളിസ്റ്റെറിൻ. അപ്പൊ പോളിസ്റ്റെറിന്റെ മോണോമർ യൂണിറ്റ് സ്റ്റൈറിൻ ആണ്. തൊട്ട് നേരത്തെ പഠിച്ചത് ഏതായിരുന്നു? പോളി വിനൈൽ ക്ലോറൈഡിന്റെ മോണോമർ യൂണിറ്റ് വിനൈൽ ക്ലോറൈഡ് ആണ്. അതിനു മുന്നേ പഠിച്ചതായിരുന്നു ടെഫ്ലോൺ, അല്ലെങ്കിൽ നമ്മുടെ നോൺ സ്റ്റിക് കോട്ടിങ്ങിലുള്ള ടെഫ്ലോണിന്റെ മോണോമർ യൂണിറ്റ് ഏതായിരുന്നു? ടെട്രാഫ്ലൂറോ എത്തീൻ ആയിരുന്നു. ആൻഡ് തുടക്കത്തില് പോളിത്തീന്റെ മോണോമർ യൂണിറ്റ് ഏതായിരുന്നു? എത്തീൻ ആയിരുന്നു. ഓക്കെ അല്ലേ? ഇതാണ് നമുക്ക് ഇപ്പൊ നമ്മൾ ആദ്യത്തെ 4 പഠിച്ചു കേട്ടോ. ഇനി നമുക്ക് അടുത്ത പോളിമർ ടൈപ്പ് ഓഫ് പോളിമേഴ്സിലേക്ക് കിടക്കാം, കണ്ടൻസേഷൻ പോളിമേഴ്സ്. അപ്പൊ ഞാൻ ഇത് വായിക്കാമല്ലോ. നമുക്ക് കണ്ടൻസേഷനിലേക്ക് അല്ലേ കിടക്കുന്നത്. അപ്പൊ ഇത് ഞാൻ വായിക്കുന്നത്. കണ്ടൻസേഷൻ പോളിമേഴ്സില് ഞാൻ പറഞ്ഞു, കണ്ടൻസേഷൻ പോളിമേഴ്സിന്റെ മോണോമർ യൂണിറ്റിൽ ഡബിൾ അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ട് ഉണ്ടാവില്ല. ഓക്കെ അല്ലെ? ഇതിൽ 2 എണ്ണത്തെ കുറിച്ച് പഠിക്കാറുണ്ട്. നമ്മൾ നേരത്തെ 4 എണ്ണത്തെ കുറിച്ച് പഠിച്ചില്ലേ? അതേപോലെ ഇവിടെ 2 എണ്ണം, നൈലോൺ 6 നൈലോൺ 6. ഇതില് ഈ 6 എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് അറിയോ? അതിന്റെ മോണോമർ യൂണിറ്റിലുള്ള നമ്പർ ഓഫ് കാർബൺ ആറ്റത്തിനെയാണ് ഈ 6 എന്ന് വെച്ചുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ബേസിക് ആയിട്ട് എന്താണ് ഈ 6 എന്ന് അറിയാതെ പോയ ആൾക്കാർക്ക് വേണ്ടി പറഞ്ഞു തന്നേ ഉള്ളൂ. കണ്ടൻസേഷൻ പോളിമേഴ്സിൽ നൈലോൺ 6 ആദ്യം നമുക്ക് നൈലോൺ 6ന്റെ കാര്യങ്ങളൊക്കെ പഠിക്കാം അല്ലെ? അപ്പൊ ഞാൻ ആദ്യം നൈലോൺ 6ന്റെ കാര്യമൊക്കെ എഴുതാം കേട്ടോ. നൈലോൺ 6ന്റെ മോണോമർ യൂണിറ്റുകൾ ഞാൻ ആദ്യം ഇവിടെ എഴുതാം. നൈലോൺ 6 COOH CH2 4 times COOH. ഓക്കെ, പിന്നെ വേറെ മോണോമർ യൂണിറ്റും കൂടെ ഉണ്ട് ഇവിടെ, NH2 CH2 6 times NH2. കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? COOH. ഇവർ 2 പേരുമാണ് മോണോമർ യൂണിറ്റുകൾ. നമ്മുടെ നൈലോൺ 6ന്റെ 2 മോണോമർ യൂണിറ്റുകളാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ. നേരത്തെ ഒരു മോണോമർ യൂണിറ്റ് ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ 2 തരത്തിലുള്ള മോണോമർ യൂണിറ്റുകൾ ഉണ്ട്. അതിനെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇനി ഞാനൊരു കാര്യം പറയാം. ഈ NH2-ലെ ഒരു H-ഉം COH-ലെ OH-ഉം ഇവര് 2 പേരും കൂടെ H2O ആയിട്ട് എലിമിനേറ്റ് ആവും. ഓക്കെ അല്ലേ? ഓക്കെ, ഇതിലുള്ള ഒരു OH-ഉം അത് NH2-ലെ ഒരു H-ഉം കൂടെ H2O ആയിട്ട് എലിമിനേറ്റ് ചെയ്യും. അപ്പോ ഇവർ 2 പേരും കൂടെ എലിമിനേറ്റ് ആയല്ലോ അല്ലെ? അപ്പൊ നമുക്ക് ഇവിടെ ഒരു ബോണ്ടിങ് ഫോം ചെയ്യുമല്ലോ. ആ ബോണ്ടിങ് ഞാൻ ഇവിടെ എഴുതി കാണിച്ചു തരാം. ഓക്കെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കി വെക്കുക. ഇവിടെയുള്ള OH-ഉം ഇവിടെയുള്ള H-ഉം കൂടെ H2O ആയിട്ട് എലിമിനേറ്റ് ആയി. ഇവിടെ നോക്കൂ, ഇവിടെയും ഒരു OH ഉണ്ടല്ലോ, ഇവിടെയും NH2-ൽ ഒരു H ഉണ്ടല്ലോ. ഇവരും കൂടെ H2O ആയിട്ട് എലിമിനേറ്റ് ആവാൻ സാധ്യതയോ? അതായത് ഇതൊരു ലോങ് ചെയിൻ ആണ്. ഈ ചെയിൻ ഇങ്ങനെ നീണ്ടു പോകും. ഇതേപോലത്തെ, അതായത് ഇതിപ്പോ ഇരിക്കണ്ടല്ലോ, ഇതിന്റെ ഇപ്പുറത്തെ സൈഡായിട്ട് ഇതുപോലത്തെ ഒരു സാധനം കൂടെ ഉണ്ടാവും. മനസ്സിലായല്ലോ? അതിന്റെ അപ്പുറത്തെ സൈഡ് ഇതുപോലെ, ഇതൊരു ലോങ് ചെയിൻ ആണ്. ഇങ്ങനെ ഒരു ചെയിൻ ഇങ്ങനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഇത് ഇപ്പുറത്തെ സൈഡിലുള്ള ആൾക്കാരെ കൂടെ H2O ആയിട്ട് പോകും. ഈ NH2-ൽ H ഇപ്പുറത്തെ സൈഡിലുള്ള ആൾക്കാരെ കൂടെ H2O ആയിട്ട് പോകും. ഇനി നടുക്കുള്ള ആൾക്കാർ നമുക്ക് ഈസി ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. H2O ആയിട്ട് എലിമിനേറ്റ് ആവും. ഓക്കെ അല്ലേ? അതേപോലെ ഇപ്പുറത്തെ സൈഡിന്റെ അപ്പുറത്തെ സൈഡിന്റെ കൂടെ നമുക്ക് കളഞ്ഞിട്ട് വേണം നമുക്ക് ബോണ്ടിങ്ങിന്റെ സ്ട്രക്ചർ ഉണ്ട്. അപ്പൊ ഞാനിവിടെ എഴുതി കാണിച്ചു തരട്ടെ. ഇവിടെ എന്തായി? COOH-ലെ OH പോയി. ഇനി ഇവിടെ ബാക്കി എന്തേ ഉള്ളൂ? CO സിംഗിൾ ബോണ്ട് CH2 അല്ലെ? സിംഗിൾ ബോണ്ട് CO, ഇവിടെ 4 ഉണ്ട്. CO സിംഗിൾ ബോണ്ട് NH, ഇവിടെ NH2-ലെ H പോയല്ലോ, ഇവിടെ NH സിംഗിൾ ബോണ്ട് CH2 6 times
സിംഗിൾ ബോണ്ട് NH. ഇത് NH2 NH പോയല്ലോ, അപ്പൊ NH. ഇവർ രണ്ടുപേരും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ ഇവിടെ ഇങ്ങനെ വരും. കാരണം ഇവിടത്തെ OH എലിമിനേറ്റ് ആയിപ്പോയി, H2 ആയിട്ട് എലിമിനേറ്റ് ആയിപ്പോയി. ഇവിടത്തെയും OH ഇപ്പുറത്തെ സൈഡിലേക്ക് പോകും, അവിടുത്തെ H കൂടെ പോകും, ഇവിടെ H മാത്രം. അപ്പൊ നമുക്ക് ബോണ്ടിങ് ഇങ്ങനെ വരാം. മനസ്സിലാകുന്നുണ്ടോ? ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ചെയിൻ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. ഇതിനെയാണ് നൈലോൺ 66 എന്ന് പറയാം. അപ്പൊ നിങ്ങൾ ഈസി ആയിട്ട് പഠിച്ചേക്കും. നിങ്ങൾക്ക് ഒരു കാര്യങ്ങളൊന്നും കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നും ഇതിനകത്തില്ല. നൈലോൺ 66ന്റെ 2 മോണോമറുകൾ പഠിച്ചു വെക്കുക. എന്നിട്ട് ഈ COOHലെ OHഉം NH2ലെ ഒരു Hഉം കൂടെ H2 ആയിട്ട് എലിമിനേറ്റ് ആവുമെന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ബാക്കി മോണോമർ, ബാക്കി പോളിമർ യൂണിറ്റ് നമുക്ക് എഴുതാൻ അറിയില്ലേ? അത് നമുക്ക് എഴുതാറില്ലല്ലോ. ഇത്രയേ ഉള്ളൂ നൈലോൺ 66. ഇനി നമുക്ക് അടുത്തത് നൈലോൺ 6ലേക്ക് കിടക്കാമല്ലോ. ഇതിപ്പോ നൈലോൺ 66 കഴിഞ്ഞു. ഇനി അടുത്തത് നൈലോൺ 6. നൈലോൺ 6ന്റെ കാര്യം ഞാൻ അടുത്തെടുത്തത് കേട്ടോ. കേസിലാണെങ്കിൽ കാപ്രോലാക്ടം എന്നതാണ് അതിലെ മോണോമർ. ഓക്കെ, ഞാൻ എഴുതി കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. CO CH2 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 ഇതൊക്കെ വരച്ചു പിടിക്കണോ? CH2 NH2. ഓക്കെ, ഇത് കാപ്രോലാക്ടം ആണ് ഇതിന്റെ പേര്. ഇതിന്റെ പേര് എന്താ? കാപ്രോലാക്ടം. അപ്പൊ നൈലോൺ 6ന്റെ മോണോമർ യൂണിറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാ എഴുതേണ്ടത്? കാപ്രോലാക്ടം. ഓക്കെ അല്ലേ? കാപ്രോലാക്ടം ഇതാണ് ഇതിന്റെ മോണോമർ യൂണിറ്റ്. നമ്മൾ ഇതിനെ H2O ആഡ് ചെയ്ത് ഹീറ്റ് ചെയ്യുകയാണെങ്കിൽ, ഈ നമ്മൾക്ക് ഇപ്പൊ ചെയ്തിരിക്കുന്ന സാധനത്തിന് H2O ആഡ് ചെയ്ത് ഹീറ്റ് ചെയ്യാം. നേരത്തെയും അതേപോലെ തന്നെ ആയിരുന്നു. നമ്മുടെ നൈലോൺ 66ന്റെ കേസിൽ അങ്ങനെ തന്നെയായിരുന്നു. H2O ആഡ് ചെയ്ത് ഹീറ്റ് ചെയ്യാം. അപ്പോഴാണ് OH H2O കൂടെ പോയിട്ട് ബ്രേക്ക് ചെയ്തിട്ട് ഞാൻ എഴുതുന്നില്ലേ? അതേപോലെ വരിക. ഇവിടെയും അതേപോലെ H2O ആയിട്ട് ഇതാക്കുന്ന സമയത്ത് H2O എങ്ങനെയാ വരിക? HOH അല്ലേ? H2O മുറിക്കുമ്പോ എങ്ങനെ വരും? HOH അല്ലേ വരിക? അതിലെ ഇവിടെയുള്ള ഈ ബോണ്ടിങ് ഉണ്ടല്ലോ, ഇതിങ്ങനെ ബ്രേക്ക് ആവും. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെയുള്ള ബോണ്ടിങ് ഇങ്ങനെ തന്നെ ബ്രേക്ക് ആയിട്ട് H2O OH ഇങ്ങോട്ടേക്കും H ഇങ്ങോട്ടേക്കും പോകും. മനസ്സിലാവുന്നുണ്ടോ? ഈ ബോണ്ട് ഇവിടെ ബ്രേക്ക് ആയിട്ട് ഹീറ്റ് ചെയ്യാൻ, അപ്പൊ ബോണ്ടിങ് ബ്രേക്ക് ആയിട്ട് ഇതിലുള്ള H NH2ലേക്ക് NHലേക്ക് പോകും, OH CO പോകും. ഓക്കെ അല്ലേ? ഇനി അടുത്തത് പ്രൊഡക്റ്റ് ഉണ്ടല്ലോ. പ്രൊഡക്റ്റ് എങ്ങനെ വരാം? NH2 COOH CH2 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 ഇങ്ങനെ. അതായത് NH പോയിട്ട് NH2 ആയി. കാരണം ഇവിടെ H കൂടെ കൂടി ചേർന്നു, അപ്പൊ NH2 ആയി. CO പോയിട്ട് COOH ആയി. ബാക്കി എല്ലാ കാര്യങ്ങളും സെയിം ആണ്, ഒരു വ്യത്യാസമില്ല. മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് നൈലോൺ 6. കാപ്രോലാക്ടത്തിൽ നിന്നും ഹീറ്റ് ഇത് ചെയ്യുമ്പോൾ ബോണ്ടിങ് ബ്രേക്ക് ആയിട്ട് ഏതിലേക്ക് പോകുന്നത് മാത്രം പഠിച്ചു വെച്ചാൽ മതി. കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നും ഇതിൽ പഠിക്കാനില്ല. ഓക്കെ അല്ലേ? ഇനി അടുത്തതിലേക്ക് കിടക്കാമല്ലോ. ഓക്കെ, അടുത്ത കാര്യം അല്ലെങ്കിൽ മൂന്നാമത്തെ ഡിവിഷനിൽ നൈലോൺ 6 കൂടെ പഠിച്ചു. ഇനി അടുത്തത് PHBV നൈലോൺ 2 നൈലോൺ 6, അതായത് ബയോഡിഗ്രേഡബിൾ പോളിമേഴ്സിന്റെ കേസിലാണ് വരുന്നത്. PHBVന്റെ ഫുൾ ഫോം നമുക്ക് അറിയിക്കാം. അതിന് മുന്നേ ഞാൻ അത് ഈ ബോർഡിന്റെ സംഭവമൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തു. ഇത് നമുക്ക് PHBVന്റെ നൈലോൺ 2 നൈലോൺ 6ന്റെയും കാര്യം പഠിക്കാം. PHBVന്റെ ഫുൾ ഫോം ഞാൻ എഴുതി തരാം. PHBV പോളി ബീറ്റ ഹൈഡ്രോക്സി ബ്യൂട്ടറേറ്റ് ബീറ്റ ഹൈഡ്രോക്സി വാലറേറ്റ്. ഓക്കെ, പോളി ബീറ്റ ഹൈഡ്രോക്സി ബ്യൂട്ടറേറ്റ് ബീറ്റ ഹൈഡ്രോക്സി വാലറേറ്റ്. അതാണ് PHBVന്റെ ഫുൾ ഫോം. ഇതാണ് PHBVന്റെ ഫുൾ ഫോം ആണ് പറഞ്ഞത്. ഇനി നമുക്ക് ഇതിന്റെ മോണോമർ യൂണിറ്റ് ഒക്കെ എഴുതാം അല്ലെ? ഇതിന്റെ മോണോമർ യൂണിറ്റുകൾ ഞാൻ ഇവിടെ എഴുതുന്നുണ്ട്. OH CH2 CO. ഇതൊക്കെ നിങ്ങൾ പ്രത്യേകം പഠിച്ചിട്ടുണ്ട് കേട്ടോ, അത് പഠിക്കാതെ കിട്ടില്ല. CH3. ഓക്കെ, പ്ലസ് അടുത്ത മോണോമർ യൂണിറ്റ് ഇതിലെ OH CH2 CH2 COOH. ഈ CHന്റെ താഴെ ഈ CH OH CH2 COH. ഇവിടെ CHന്റെ താഴെ CH2 CH2. ഓക്കെ അല്ലേ? ഇനി വളരെ ഈസി ആയിട്ട് പറയാൻ പറ്റും. ഇവിടെ എന്ത് സംഭവിക്കും? ഇവിടെയുള്ള ഈ OHഉം ഇവിടെയുള്ള ഈ Hഉം കൂടെ കൂടിച്ചേർത്ത് H2O ആയിട്ട് എലിമിനേറ്റ് ആവും. മനസ്സിലാകുന്നുണ്ടോ? നേരത്തെ അതേ സ്റ്റെപ്പ്. ഇത് ഒരേ കാര്യം തന്നെ ഇവിടെ നടക്കണം. ഓരോ മോണോമറുകളിൽ വ്യത്യാസം സംഭവിക്കുന്നു.
ചെയ്യണമെന്നേ ഉള്ളൂ. അപ്പൊ ഇവിടുത്തെ കൂടെ ബ്രേക്ക് ആവുമ്പോൾ നമുക്ക് പോളിമർ എഴുതാമല്ലോ. പോളിമർ എങ്ങനെ എഴുതാമെന്ന് പറയൂ. പോളിമർ എങ്ങനെ സംഭവിക്കും? ഇവിടുത്തെ ഇവിടുത്തെ CH, താഴെ ഒരു CH3, താഴെ ഒരു CH3, CH2, CO, OCH, CH2, CH3, CH2, CO. മനസ്സിലാകുന്നുണ്ടോ? എന്താ അവിടെ വ്യത്യാസം സംഭവിച്ചത്? നടുക്കുള്ള ബോണ്ടിങ് ബ്രേക്ക് ആയിട്ട് H2 ആയിട്ട് H2 പോയി. H ഇവിടെ ബാക്കി എന്തേ ഉള്ളൂ? O മാത്രമേ ഉള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? ബാക്കി എല്ലാ സാധനങ്ങളും സെയിം ആണ്, ഒരു വ്യത്യാസമില്ല. അപ്പൊ നിങ്ങൾ ഇത് വൃത്തിയായിട്ട് നോക്കുക. ഇതാണ് നമ്മുടെ നൈലോൺ, അല്ലെ ഇതാണ് നമ്മുടെ PHBVന്റെ പോളിമറൈസ്ഡ് സ്ട്രക്ചറിൽ വരിക. ഇനി നമുക്ക് ഏറ്റവും അവസാനത്തെ ഒരാളെ കുറിച്ച് പഠിക്കാനുണ്ട്, നൈലോൺ 2 നൈലോൺ 6 അല്ലെ. നൈലോൺ 2 നൈലോൺ 6 എന്ന് വെച്ച് കഴിഞ്ഞാൽ നൈലോൺ എപ്പോഴും കൂടി ചേരുമ്പോൾ നമുക്ക് അതിനകത്ത് ഒരു അമൈൻ ഗ്രൂപ്പും കാർബോക്സിലേറ്റ് ഗ്രൂപ്പും ഒക്കെ കാണും. അപ്പൊ നൈലോൺ 6 എങ്ങനെയായിരുന്നു? 6 കാർബൺ ഒക്കെ ഉണ്ടായിരുന്നു. അതിനകത്ത് 6 കാർബണിൽ തന്നെയായിരുന്നു അമൈൻ ഗ്രൂപ്പും കാർബോക്സിലേറ്റ് ഗ്രൂപ്പും ഒക്കെ വന്നത്. ഇത്രയൊന്നും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വേണം, ഡയറക്റ്റ് ആയിട്ട് ഞാൻ കാര്യം പറഞ്ഞുതരാം. അപ്പൊ നൈലോൺ 2 നൈലോൺ 6 എസ് അത് മാറ്റിട്ടെ, എന്നിട്ട് ഞാൻ നൈലോൺ 2 നൈലോൺ 6 പറഞ്ഞിട്ടെ. ഓക്കെ ആയിരിക്കുമല്ലോ? നൈലോൺ 2 നൈലോൺ 6ന്റെ കേസിൽ NH2 CH2 COOH പ്ലസ് NH2 CH2 5 ടൈംസ് COOH. ഓക്കെ അല്ലേ? ഇവിടെ എന്ത് സംഭവിക്കുന്നു? അതേപോലെ തന്നെ ഇവിടെയുള്ള ഈ OHും ഇതിലെ ഒരു Hും കൂടെ H2 ആയിട്ട് എലിമിനേറ്റ് ആവും. അപ്പൊ ബാക്കിയുള്ളത് എന്താ അവിടെ വരിക? ഇവിടെ എന്ത് വരും? NH2 ഒരു H പോയി, അപ്പുറത്തെ സൈഡിൽ കൂടെ ഇങ്ങോട്ട് പോയി, COHന്റെ കൂടെ. ഈ ബാക്കി എന്തേ ഉള്ളൂ? H ഉള്ളൂ. HN CH2 CO NH CH2 5 ടൈംസ് CO. സെയിം കാര്യം തന്നെയാണ്. ഇവിടെയുള്ള ഈ OH ഇപ്പുറത്തുള്ള Hന്റെ കൂടെ വെള്ളമായിട്ട് പോയി, ഇവിടെയുള്ള H ഇപ്പുറത്തുള്ള OHന്റെ കൂടെ വെള്ളമായിട്ട് പോയി. നടുക്കുള്ളത് സെയിം സാധനം. മനസ്സിലാവുന്നുണ്ടോ? CO ആയിട്ട് നിൽക്കും. മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. ഇതിനകത്താണ് നൈലോൺ 2 നൈലോൺ 6ന്റെ പോളിമറൈസ്ഡ് സ്ട്രക്ചർ. ഇത്രയും കാര്യങ്ങൾ വൃത്തിയായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററിന് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഫർദർ ഡൗട്ട്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നമുക്ക് താഴെ കമന്റ് ചെയ്യാം. ഈ ചാപ്റ്ററിലെ മെജോറിറ്റി എല്ലാം ഇത്രയും ടോപ്പിക്സ് ഞാൻ വൃത്തിയായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. PDF ഒന്ന് വൃത്തിയായി നോക്കിക്കഴിഞ്ഞാൽ ചാപ്റ്റർ വൃത്തിയായിട്ട് മനസ്സിലാവും. ഒറ്റയ്ക്കൊക്കെ ഒന്ന് എഴുതി നോക്കുക. അൾട്രാ റാപ്പിഡ് കോഴ്സിന്റെ ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക. ഫർദർ വീഡിയോസിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.